പെൺകുട്ടികൾ സ്മാർട്ടാകുന്നത് പോളിക്കിഷ്ടമാണ്. പക്ഷേ ആരും പോളിയേക്കാൾ സ്മാർട്ടാകരുത്. തോൽക്കാൻ എനിക്ക് വലിയ മടിയാ. ഇവന്മാർക്കൊക്കെ നല്ലോണം അറിയാതെ ചൊണക്കുട്ടന്മാരാ. അതുകൊണ്ടല്ലേ ഒരു കുഞ്ഞുപോലും അറിയാതെ നീ ഇവിടെ എത്തിയത്. ഇനിയൊന്ന് കാണട്ടെ തെമ്മാടിക്കുട്ടിയുടെ ചൊണ. ആദ്യം നീ എന്റെ കരണത്തടിച്ചു, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അപ്പോഴെന്റെ ശരീരമേ വേദനിച്ചുള്ളൂ. ഇപ്പൊ നീ കുത്തി നോവിച്ചത് എന്റെ മനസ്സിനെയാണ്. മൈ ഹാർട്ട്. നിന്നോട് ഞാൻ കെഞ്ചില്ലേ? കേട്ടില്ല, കേട്ടില്ല. നിന്റെ സാമർത്ഥ്യം കൊണ്ട് നശിച്ചത് എന്റെ ജീവിതമാണ്. മൈ ലൈഫ്. സഹിക്കുമോ? ഞാൻ സഹിക്കില്ല. ഇല്ല. I can't bear it. ഒന്നുമില്ല. എന്തോ ഒരു ദുസ്വപ്നം. സാറ് കിടന്നോ, കിടന്നോ. ദേവു, ദേവു, ദേവു.
ദേവു ദേവു അയ്യോ പാല് ദേ തിളച്ച് പൊന്തുന്നു. എന്താ ഇത്? ചൂട് പാത്രമാണെന്ന് അറിഞ്ഞൂടെ? കൈ പൊള്ളിയാ? ഇല്ല. ഓ എന്തു പറ്റി ദേവു? ഒന്നുമില്ല, എന്തോ ഒരു വല്ലായ്മ പോലെ. ടെമ്പറേച്ചർ ഇല്ല, ഡോക്ടറെ വിളിച്ച് പറയട്ടെ? വേണ്ട, അത്രയ്ക്കൊന്നുമില്ല. തനിക്കെല്ലാം നിസ്സാര. എന്തെങ്കിലും അസുഖം വന്നാൽ വലുതാകുന്നവരെ വെച്ചോണ്ടിരിക്കും. ദേ മോൻ അവിടെ കിടന്ന് ബഹളം വെക്കുക. വാ. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യം. പക്ഷെ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആളൊരു മെന്റൽ കേസാ. ഓ കഷ്ടം. ഭ്രാന്തനായ അച്ഛന്റെ കൈകളിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കുക എന്നത് എന്റെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി സാറിനെ സഹായിക്കില്ലേ? എന്റെ ശിഷ്യനൊരാവശ്യം വന്നാൽ ഞാൻ സഹായിക്കാതിരിക്കുമോ? ആരാ ഭ്രാന്തനായ ചന്ദ്രൻ? എന്താണ് അയാളുടെ പേര്? എവിടെയാണ് അയാൾ താമസിക്കുന്നത്? പറയൂ. കല്ലായി. കല്ലായാൽ എന്ത്, മരമായാൽ എന്ത്? അയാളെ ഇപ്പൊ തന്നെ കണ്ടിട്ട് കാര്യം. എന്താ അയാളുടെ പേര്? ഡോക്ടർ കല്ലായി. ആ, എന്താ അയാളുടെ പേരെന്നാ പറഞ്ഞേ? ഡോക്ടർ കല്ലായി. ഡോക്ടർ കുഞ്ഞുമോൻ കുഞ്ഞമ്മ കല്ലായി. മകൾ ഡന്ന. അതെ. ഈ നീർക്കോലി പറഞ്ഞ ശരിയാണോ? ഡാഡി, അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത്. അദ്ദേഹമോ? അതെ, സ്നേഹിച്ച് കല്യാണം കഴിക്കാത്തത് കൊണ്ടാ ഡാഡി മമ്മി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകുന്നതെന്ന് ഇച്ചാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. മെടുക്കൻ. താങ്ക് യു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്റെ 79ാമത്തെ കൃതിയായ മൈ പാരാസ്കീനിയ എന്ന പുസ്തകത്തിന്റെ ഒരു പ്രതി വായിക്കാൻ തരാം. പുതിയ പ്രതിയാണോ? ലേഡീസ് കീമിയ അഥവാ തന്തയില്ലായ്മ എന്ന ഈ രോഗത്തെ കുറിച്ച് ഞാൻ ഒരു ടീച്ചർ എഴുതാൻ പോവാണ്.